ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കവിയിലുള്ള ഗുഹാക്ഷേത്രത്തിന് മുൻപിലാണ്. പഞ്ചപാണ്ഡവന്മാർ വനവാസകാലത്ത് ഇവിടെ വന്നിരുന്നു എന്നാണ് ഐതിഹ്യം. ഈ കാണുന്ന ചെറിയ ഇടവഴി നടന്ന് സ്റ്റെപ്പ് കയറി വേണം അമ്പലം ദർശിക്കാൻ. ഇരു സൈഡിലും കൈവരി ഉള്ളതിനാൽ പ്രായമുള്ളവർക്കും സുഗമമായി നടന്നു കയറാവുന്നതാണ്. ഈ കാണുന്നതാണ് അമ്പല കവാടം. കവാടത്തിന് മുകളിലായി കേരള സർക്കാർ പുരാവസ്തു വകുപ്പ് എന്ന് ആലേപനം ചെയ്തിരിക്കുന്നു. ഇനിയും അമ്പലത്തിലെ ഉള്ളിലെ കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് പാറകളുടെ നടുവിലുള്ള സ്ഥലമാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് പാറകളുടെ ഇടയിലുള്ള സ്ഥലമാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാണുന്നതാണ് അമ്പലം. അതിൽ ശിവൻ്റെ പ്രതിഷ്ഠയാണെന്നാണ് അറിയപ്പെടുന്നത്. ഈ പാതയിലൂടെ നടന്നു വേണം ആ പാറയുടെ മുകളിലെത്താനായി. ഇതാണ് പാറയുടെ മുകളിലേക്ക് പോകാനുള്ള വഴി. ഞങ്ങൾ വളരെ സാഹസികമായ രീതിയിലാണ് ഇതിലെ നടന്നു നീങ്ങുന്നത്. ഈ പാറക്കെട്ടുകളുടെ ഇടയിലൂടെ നടന്നു നീങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായത്, ജിമ്മിൽ പോയി പൈസ കളയേണ്ട യാതൊരു ആവശ്യമില്ല. ഇതിൽ കൂടെ 2-3 പ്രാവശ്യം നടന്നാൽ തന്നെ നമ്മുടെ പകുതി ഫാറ്റുകൾ കുറയുന്നതായിരിക്കും. ഇവിടെ വന്നപ്പോൾ സത്യത്തിൽ ഞങ്ങൾ സ്റ്റക്കായിപ്പോയി. എങ്ങോട്ട് നടന്നു നീങ്ങണമെന്ന് അറിയാതെ നിൽക്കുന്നൊരു ഭാഗമാണ് ഇത്. അങ്ങനെ നിന്നപ്പോഴാണ് ഈ വഴി ഞങ്ങൾ കണ്ടത്. പിന്നെ ഈ വഴിയിൽ കൂടെ കയറുവാൻ തീരുമാനിച്ചു. മഴ കലശലായി പെയ്തുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് പാറപ്പുറത്ത് നിറയെ പായലായിരുന്നു. പിന്നെയുള്ള നടത്തം വളരെ ശ്രദ്ധാപൂർവമായിരുന്നു. നടന്നു നീങ്ങിയപ്പോൾ പാതയുടെ ഇരുവശങ്ങളിലും പുൽച്ചെടികൾ വളർന്ന് നിൽപ്പുണ്ടായിരുന്നു. മഴക്കാലമായതുകൊണ്ടാണെന്ന് തോന്നുന്നു പാറയിൽ ചെറിയ നീരുറവകൾ കണ്ടു തുടങ്ങി. ഇത് വേനൽക്കാലത്ത് ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല. പിന്നെയും ഞങ്ങൾ നടന്നു നീങ്ങി. ഏകദേശം പാറയുടെ പകുതി ഭാഗത്തോളം ഞങ്ങൾ എത്തിയിരുന്നു. ആ കാണുന്നതാണ് പാറയുടെ മുകൾ ഭാഗം. മരുഭൂമിയിൽ ഒരു തണൽ എന്ന രീതിയിൽ ഇവിടെ ഒരു മരം നിൽപ്പുണ്ട്. ആ മരത്തിൻ്റെ പേര് എന്തുവാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. പിന്നെയും ഞങ്ങൾ മുൻപോട്ട് നടന്നു നീങ്ങുകയാണ്. ഇപ്പോൾ ഏകദേശം പാറയുടെ മുകളിലെത്താറായി. ഫൈനലി വി ആർ ഗോട്ട് ഇറ്റ്. അങ്ങനെ ഞങ്ങളുടെ മലയുടെ മുകൾ ഭാഗത്തെത്തി പ്രിയ സുഹൃത്തുക്കളെ. മലയുടെ മുകളിലുള്ള ഭാഗമാണ് നാം ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെന്നപ്പോഴല്ലേ മനസ്സിലായത് അവിടെ ഒരു ഫുട്ബോൾ കളിക്കാൻ സ്ഥലമുണ്ടെന്ന്. മുകളിൽ ചെന്നപ്പോൾ അതിശക്തമായ കാറ്റ് വീശുന്നുണ്ടായിരുന്നു.
ഇത് ഭീമൻ്റെ കാൽപാദമാണെന്നാണ് പറയപ്പെടുന്നത്. വ്യക്തമായി ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിവില്ല. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഞങ്ങളുടെ നന്ദിയെ രേഖപ്പെടുത്തുന്നു. വീണ്ടും പുതിയ നല്ല വീഡിയോകളുമായി കടന്നു വരുന്നതായിരിക്കും. അപ്പോൾ സന്ധിക്കും വരെ വണക്കം.